ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയൊരു കണ്ടൻറ്റും കൂടിയാണ് കേട്ടോ. നമ്മൾ നടന്നിട്ടുള്ള കണ്ടന്റ് അല്ല, നമ്മൾ വ്ളോഗ് വേറെ ഉണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് നമ്മളൊരു സ്ഥലത്ത്, ആളൊഴിഞ്ഞ സ്ഥലം, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ടുള്ളൊരു കളിയാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോണത്. എന്തായിരിക്കും എന്നാണെങ്കിൽ നിങ്ങളെ ചോദ്യം. അത് വേറെ ഒന്നുമല്ല, ഓരോ സ്പോടക വസ്തുവാണ്. അത് നിങ്ങൾ കാണുക, കണ്ട് നിങ്ങൾ അഭിപ്രായം പറയുക. കുട്ടികൾ വീട്ടിൽ അനുകരിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധ ജാഗ്രത. അപ്പോൾ കുട്ടികളിത് വീട്ടിൽ അനുകരിക്കരുത്, നമ്മൾ മുതിർന്നവരുടെ സഹായത്തോടെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവരുടെ കാട്ടിലാണ് നിൽക്കുന്നത്. കാടെന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു പറമ്പുണ്ട്, ആ പറമ്പിലാണ് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്യരുത്. അപ്പോൾ നേരെ നിങ്ങൾ വീഡിയോ കൊണ്ട് മനസ്സിലാക്കുക നമുക്ക് എന്താണ് സംഭവം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത് വന്ന് സാനിറ്റൈസർ അല്ല ഈ വരുന്നത്. ഇത് നമ്മൾ സാനിറ്റൈസർ കുപ്പിയിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, സാനിറ്റൈസർ അല്ല, ഇത് വെള്ളമാണ്. പിന്നെ വന്നത് ഒരു സോഡാമുടിയാണ് വരുന്നത്. ഇത്ര ഉള്ളൂ, ചെറിയൊരു സംഭവമാണ്. പിന്നെ വരുന്നത് മാച്ച് ബോക്സ് ആണ്, തീപ്പെട്ടി. പിന്നെ രണ്ട് മെഴുകുതിരി ആവശ്യമില്ല, ഒരു മെഴുകുതിരി മതി. നമുക്കത് കട്ട് ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇഷ്ടികയും കൂടെ വേണം നമുക്ക് അത് വെക്കാനായിട്ടുള്ള. ഇഷ്ടിക നമുക്ക് 2 കിട്ടിയിട്ടോ, 2 വേണം. നമുക്ക് 2 ആവശ്യവും ഉണ്ട്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ സോഡാമുടിയിലാണ്. അപ്പോൾ സോഡാമുടിയുടെ ഗ്യാപ്പ് അനുസരിച്ചാണ്, നമ്മൾ ലെങ്ത് അനുസരിച്ചാണ് നമ്മൾ വെക്കുന്നത് തന്നെ. അപ്പോൾ ഇത്രയൊരു ലെങ്ത്തിലാണ് നമ്മൾ വെക്കേണ്ടത്. ഈ സോഡാമുടി എങ്ങനെ ഇരിക്കുന്നോ അതുപോലെയാണ് നമ്മൾ വെക്കേണ്ടതും കേട്ടോ. ഇങ്ങനെ ഇരിക്കണം കേട്ടോ സോഡാമുടി, ഈ ഒരു ടൈപ്പിലിരിക്കണം, അല്ലെങ്കിൽ ചെറിയാൻ ചാൻസ് ഉണ്ടാവും, മറിഞ്ഞു പോലെ. പിന്നെ നമ്മൾ മെഴുതിരി എടുക്കുക, ഇതിൻ്റെ ലെങ്ത്തിൽ നമ്മൾ ഇഷ്ടിയുടെ ലെങ്ത് അനുസരിച്ച് നമ്മൾ മുറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മെഴുതിരി നിർത്താൻ പറ്റില്ല. നമ്മൾ മുറിക്കാനായിട്ട് ബ്ലേഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കല്ല് രണ്ടും കുറച്ച് നീക്കി വെച്ചിട്ട് നമ്മൾ മെഴുകുതിരി ഒന്ന് സെറ്റാക്കി കൊടുക്കുക മണ്ണിൽ, അല്ലെങ്കിൽ നമ്മളെ മെഴുകുതിരി മറിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. മെഴുകുതിരി ഒന്ന് കത്തിക്കുകയാണ് കേട്ടോ. മെഴുകുതിരി കത്തുന്നവരൊന്ന് പൊത്തിപ്പിടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കാറ്റൊന്ന് മൂടാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് പൊത്തിപ്പിടിക്കാൻ. നമ്മുടെ പറമ്പിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കാറ്റ് അധികം കൂടുതലാണെന്ന് തോന്നുന്നത്. നമ്മൾ മെഴുകുതിരി കെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൈയൊന്ന് പൊത്തിപ്പിടിക്കാൻ. നമ്മൾ മുറിച്ച മെഴുകുതിരിൻ്റെ പകുതി നമ്മൾ എടുക്കുക, അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കണ്ടിച്ച് എടുക്കണം. അത് നമ്മൾ കണ്ടിക്കാനായിട്ട് ബ്ലേഡാണ് എടുത്തേക്കണേ. ബ്ലേഡ് നമ്മൾ എടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ മുറിയരുത്. ബ്ലേഡിന് പിടിച്ച് നമ്മൾ പതിയെ ചുരണ്ടി എടുക്കുക. ഈ കാണുന്ന മെഴുകുകളാണ് നമ്മൾ സോഡാമുടിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ പൊള്ളരുത്. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സോഡാമുടി ചെരിഞ്ഞ് ഇത് വീഴാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം മെഴുക് ഉരുകണം. മെഴുക് ഉരുകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ മെഴുക് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നല്ല പുക വരുന്നുണ്ട് നമ്മളെ മെഴുകുതിരിൻ്റെ ഉള്ളിൽ നിന്ന്. ഇതുപോലെ നമ്മൾ ഈ മെഴുക് കത്തിക്കയറും, നമ്മൾ തീ അടിയിൽ നിന്ന് കത്തിക്കയറും. നമ്മൾ ഈ എടുത്തു വെച്ച കുപ്പിയിലെ വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിക്കാൻ പോണത്. ഈ വെള്ളമാണ് ഇത് കത്തി തുടങ്ങും.
ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നമ്മൾ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ഇത് അനുകരിക്കരുത്. കുട്ടികൾ ഇത് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് വീട്ടിൽ അനുകരിക്കരുത്. ഡോണ്ട് ട്രൈ ദിസ് ഹോം. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ വീഡിയോയും കാണുക, മറക്കാതെ കാണുക. നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വന്നേക്കും. അപ്പോൾ നമുക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.